ഇന്നൊരു കോഫി ഫേഷ്യലിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനൊരു സ്പൂണിലേക്ക് കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി സ്ക്രബിനായിട്ട് അടുത്ത് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. ഇതും ഒന്ന് നമുക്ക് പിഴിഞ്ഞു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കണം. ഇതിന് വെള്ളമൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മെല്ലെ മെല്ലെ ആക്കി കൊടുക്കണം. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് ആക്കി കൊടുക്കണം. പഞ്ചസാര പൊടിച്ചിട്ടാണ് എടുക്കേണ്ടത്. ചുണ്ടിൻ്റെ സൈഡിലും അതേപോലെ മൂക്കിൻ്റെ അടുത്തും എല്ലാം ആക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം വെച്ച ശേഷം നമുക്ക് കഴുകിയെടുക്കണം. അങ്ങനെ ഇത് ഞാൻ കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം. ഇങ്ങനെ ഉരച്ചു കൊടുത്തിട്ട് വേണം കഴുകാൻ. നല്ല ഉരച്ചു കൊടുക്കണം. ഇങ്ങനെ സ്ക്രബ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പം തന്നെ കുറച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനിയിപ്പം പാക്കും കൂടി ഇട്ടാൽ അതിലും നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് ആട്ടപ്പൊടി ഇത് നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഇനി അടുത്തതായി കുറച്ച് കോഫി പൗഡർ. കോഫി ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ കോഫി പൗഡറും ഇട്ട് കൊടുക്കണം. സ്ക്രബിനും വേണം, അതേപോലെ പാക്കിനും വേണം. അങ്ങനെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ, കുറച്ച് നാരങ്ങ നീര് അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സാക്കാൻ ആവശ്യമായ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കണം. ഇത് അധികം ലൂസായി പോവരുത്, ഇത്ര മതി. ഇനി ഇത് നമുക്ക് മുഖത്ത് പുരട്ടാം. അങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ പിന്നെയും ഒന്ന് കൈകൊണ്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ആട്ടയായാലും കടലമാവായാലും എല്ലാ സാധനവും മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും അതേപോലെ സ്കിൻ നല്ല ബ്രൈറ്റായാനും സഹായിക്കും. ഇനി നമുക്കിത് മുഖത്ത് പുരട്ടാം. അങ്ങനെ നമ്മുടെ പാക്ക് ഞാൻ മുഖത്തിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും നന്നായി ആക്കി കൊടുക്കണം. ഈ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പേ നമ്മൾ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകണം. എന്നിട്ട് മാത്രമേ ഏത് ഫേസ് പാക്കും നിങ്ങൾ ഇടാൻ പാടുള്ളൂ. അതേപോലെ ഫേസ് പാക്ക് ഇട്ട ശേഷം വർത്തമാനമൊന്നും പറയരുത്. കഴുകിയ ശേഷം മാത്രമേ എന്തും ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് കാണാം. അങ്ങനെ ഇത് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം. അങ്ങനെ മുഖം ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഫേഷ്യൽ നിങ്ങൾക്ക് ഒരു ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ തലേന്ന് ചെയ്താൽ പിറ്റേന്ന് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.